പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മളുടെ കൂടെയുള്ള വരുൺ ആൻഡ് ഫാമിലിയാണ്. അപ്പോൾ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ നമ്മൾ മിനിഞ്ഞാന്ന് ഉറങ്ങാത്തത് കൊണ്ട് ഇന്നലെ എല്ലാവരും നേരത്തെ കിടന്നുറങ്ങി. ബ്രേക്ക്ഫാസ്റ്റിനൊരു സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തേക്ക് എല്ലാവരും റെഡി ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഐറ്റംസൊക്കെ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, നമ്മളുടെ ട്രാവൽസിൻ്റെ പേരാണ് ഡോറയുടെ പ്രയാണം എന്നുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച വരുൺ ആൻഡ് ഫാമിലി അവർ ഇൻസ്റ്റയിൽ തായ്ലൻഡ് പാക്കേജിൻ്റെ ആഡ് കണ്ടിട്ടാണ് അവർ നമ്മളെ കോൺടാക്ട് ചെയ്തത്. അങ്ങനെയാണ് ആ ഫാമിലി നമ്മളോടൊപ്പം ജോയിൻ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് കൂടുതലും ആളുകളും നമ്മളുടെ ട്രിപ്പുകൾ അറിഞ്ഞ് നമ്മളുടെ ഫാമിലിയിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ഇത് കാണുന്ന പുതിയ മെമ്പേഴ്സിനെയും നമ്മുടെ ഡോറയുടെ പ്രയാണം ഫാമിലിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കണ്ടല്ലോ അല്ലേ? അപ്പം നമ്മൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ സെക്കൻഡ് ഡേ ഇന്ന് തുടങ്ങുകയാണ്. നമ്മളിപ്പം നോങ് നൂച്ച് ഗാർഡനിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഇവിടെ ഒരു മഴയാണ്, അതുകൊണ്ട് നമ്മൾ ശരിക്കും ഐലൻഡ് പ്ലാൻ ആയിരുന്നു. പക്ഷെ അത് ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ നോങ് നൂച്ച് ഗാർഡനാണ് കാണാൻ പോണേ. എല്ലാവർക്കും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ടിക്കറ്റൊക്കെ എല്ലാവരും എടുത്തു. നമ്മളിനി വെയിറ്റ് ചെയ്യാണ്. നോങ് നൂച്ച് ഗാർഡൻ എന്ന് പറയുമ്പോൾ പേര് കേൾക്കുമ്പോൾ ഇതിപ്പോൾ എന്താ ഒരു ഗാർഡൻ കാണാനുള്ളത് എന്നൊരു പക്ഷേ കുറേ പേരും ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇതൊരു വെറും ഒരു ഗാർഡൻ അല്ല, ഒരുപാട് കാര്യങ്ങൾ, അതായത് 700 ഏക്കറിലാണ് ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. എന്തൊരു ക്രിയേറ്റീവായിട്ടാണ് ഓരോന്നും ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ കൂടുതൽ ഇപ്പോഴേ പറയുന്നില്ല. അപ്പോൾ നമ്മളിങ്ങോട്ട് എൻട്രി ചെയ്ത് വഴിക്ക് തന്നെ ഇതിൻ്റെ ആ ഒരു നോങ് നൂച്ച് ട്രോപ്പിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് വലിയൊരു പേരൊക്കെ വെച്ച് നമ്മളും എല്ലാവരും ഇവിടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനാണ് കേട്ടോ. അങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളിതേ ഉള്ളിലേക്ക് നടന്നു. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനിൽ ഇവിടേക്കായിരുന്നില്ല. അതായത് നമുക്ക് ഐലൻഡ് ടൂർ ആയിരുന്നു. പക്ഷെ രാവിലെ നല്ല മഴയായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ ഐലൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടുപോകും. അതുകൊണ്ട് നമ്മളൊന്ന് പ്ലാൻ മാറ്റി നമ്മൾ ഇന്നത്തേക്ക് നോങ് നൂച്ച് ഗാർഡൻ ആക്കിയതാണ്. അപ്പോൾ ഈ ഒരു ഗാർഡൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഓരോ സമയത്തും ഓരോ ഷോകളുണ്ടാവും. ഇപ്പം 10:30, നമ്മളിവിടെ എത്തുന്ന സമയം 10:15. അപ്പോൾ 10:30ക്കാണ് ഇവിടുത്തെ ആദ്യത്തെ ഷോ. അതായത് തായ് കൾച്ചറൽ അവരുടെ ഒരു ഡാൻസ് പ്രോഗ്രാമാണ്. അപ്പോൾ ആ ഒരു 10:30 എന്ന് പറയുന്ന ആ ടൈമിലേക്ക് നമ്മളെല്ലാവരും എത്തി. ഇപ്പം നമ്മളിത് ആ ഒരു ഷോ കാണാനായിട്ട് പോവുകയാണ്. നമ്മുടെ കൂടെ ഉള്ളവരാണ് കേട്ടോ എല്ലാവരും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു തിയേറ്റർ പോലെയാണ്. നമ്മളൊരു സിനിമ കാണുന്ന തിയേറ്ററിലേക്ക് വന്നാൽ ഇരിക്കുന്ന അതേ ഒരു രീതിയിലാണ് ഇതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ. ഇപ്പോൾ ഇവിടെ അവരുടെ ഡാൻസ് പെർഫോമൻസ് ഒക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് നേരെ ഉടനെ തന്നെ അടുത്ത ഷോ സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് എലിഫൻറ്റ് ഷോ.
什么都不一样，我们可以是艺术内容，也可以到了不给主张，告诉他是的这个 Welcome everyone to London Pattaya， 好，这下我们给不干的对对吗？好的 ，Welcome to London Pattaya the Elephant Channel。നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഷോകളൊന്നും നമ്മൾ കാണാറില്ല. അത് മാത്രമല്ല ഇവിടുത്തെ ആനകളൊക്കെ എന്ന് പറയുന്നത് വളരെ ട്രെയിൻ ചെയ്ത് ഇവർക്ക് അറിയാം ബിസിനസ് എന്താണ് അല്ലെങ്കിൽ എന്താണ് അവരുടെ നീഡ് എന്നുള്ളത്. അപ്പം അവർ പൈസ ഒക്കെ ആൾക്കാരിങ്ങനെ അനുഗ്രഹം മേടിക്കാനായിട്ട് ഇങ്ങനെ പൈസയൊക്കെ കൊടുക്കുമ്പോൾ അത് നേരെ കറക്റ്റായിട്ട് ആ പാപ്പാൻ തന്നെ അങ്ങ് കൊടുക്കും. അപ്പം അതൊക്കെ അവർ കറക്റ്റ് ചെയ്ത് കറക്റ്റായിട്ടാണ് ഓരോ കാര്യങ്ങളും അവർ ചെയ്യുന്നത്. വളരെ സ്മാർട്ടായിട്ട് അങ്ങനെ ഒരു ഉറക്കം തൂങ്ങി അല്ലെങ്കിൽ ഇത് വേണോ വേണ്ടേ എന്നുള്ള മട്ടിലൊന്നും അല്ല കേട്ടോ. കണ്ടില്ലേ, അവരെ കാണുമ്പോൾ തന്നെ അറിയാലോ വളരെ എനർജറ്റിക് ആയിട്ടാണ് എല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ ഒരു വണ്ടിയിൽ നമ്മളിവിടെ ഗാർഡൻ ഒന്ന് ചുറ്റിക്കണ്ട് കറങ്ങിയടിച്ച് വരാൻ പോവുകയാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ 700 ഏക്കറിലാണ് ഈ ഗാർഡൻ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലമൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇവിടെ അതായത് ടിക്കറ്റ് എടുത്ത് ഈ ഒരു വണ്ടിക്ക് എക്സ്ട്രാ ചാർജാണ് കേട്ടോ. അതായത് ഇതിനുള്ളിലേക്ക് നമ്മൾ ടിക്കറ്റ് എടുത്ത് ഈ വണ്ടിയിൽ പോയിട്ടൊന്ന് കറങ്ങി അടിച്ച് കുറച്ചും കൂടെ കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചാർജാണ്. അപ്പോൾ അതും നമ്മൾ പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റേറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ മൊത്തം ഒന്ന് കറങ്ങി അടിച്ച് കാണാൻ പോവുകയാണ്. എന്തൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രിയേറ്റിവിറ്റി എന്താണ്, ഒരു ഗാർഡൻ എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതിൻ്റെയൊക്കെ ഒരു എക്സാമ്പിൾ നമുക്കിവിടെ കാണാൻ പറ്റും.
എന്തൊരു ഭംഗിയായിട്ടാണ് അവർ വെച്ചിരിക്കുന്നതെന്നറിയോ. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം, അതായത് ഇപ്പം ഇത്രയും വലിയൊരു ഗാർഡനാണ്, വളരെ ഭംഗിയായിട്ട് എവിടെയും ഒരു വേസ്റ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നും കാണുന്നില്ല. ഒപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മുടെ ഒരു ഗാർഡൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 4 ജോലിക്കാരുണ്ടാവും അവിടെ പുല്ല് പറിക്കാനും ഇവിടെ കൈക്കോട്ടുമായിട്ടും ഒക്കെ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ഇതൊരു വൃത്തിയാക്കുന്ന ഒരാളെ പോലും കണ്ടില്ല എന്നുള്ളതാണ്. ഇതെനിക്ക് തോന്നുന്നു എല്ലാ ദിവസങ്ങളും ഈ ഗാർഡൻ ഓപ്പൺ ആണ്, പക്ഷേ എപ്പോഴാണ് ഇവരിതൊക്കെ വൃത്തിയാക്കി വെക്കുന്നത് അതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെയൊന്നും ഈ ഒരു സമയത്ത് ഇത്രയും നേരം നമ്മളിവിടെ നടന്നിട്ടും അല്ലെങ്കിൽ കണ്ടിട്ടും അങ്ങനെ ഒരാളെ നമ്മളിവിടെ കണ്ടില്ല. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ കുറച്ച് നേരം നിർത്തി ഫോട്ടോസൊക്കെ എടുക്കാം. നമ്മൾ അവിടുന്ന് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടാണ് നിൽക്കണേ. ഇത് കണ്ടില്ലേ, ശരിക്കും ഒരു ഡിനോസർ വേൾഡിൽ നമ്മൾ എത്തിപ്പെട്ടൊരു ഫീലാണ്. എന്ത് ഭംഗിയാണ് കാണാൻ. കുട്ടികൾക്കൊക്കെ ഇവിടെ ശരിക്കും ഇഷ്ടമാവും കേട്ടോ, കാര്യം അത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ ഇവിടുന്ന് ഒരുമിച്ചെടുത്ത് നമ്മളിതേ തിരിച്ചിനി വണ്ടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് തന്നെയാണ് നമ്മൾ ലഞ്ചും എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു പാക്കേജിൽ നമ്മൾ ഈ ഗാർഡൻ എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ലഞ്ചും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പാക്കേജാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള ഫുഡാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഈ പാക്കേജിനകത്ത് വരുന്നത്. അപ്പോൾ തിരിച്ച് നമ്മൾ ഈ ഒരു സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ നമ്മൾ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ച് നമ്മൾ വന്ന സ്ഥലത്തോട്ട് തന്നെ പോവുകയാണ്. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായിരിക്കണം. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ നല്ല വിശക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് വീഡിയോയിൽ അതൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ എന്തായാലും ഇത് നമ്മളുടെ 2ാമത്തെ ദിവസമാണ്. ഈ ഒരു വീഡിയോനകത്ത് ഞാൻ എല്ലാം ഈ 2ാമത്തെ ദിവസത്തിൽ ഉൾക്കൊള്ളിക്കുന്നില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ 2 കാര്യങ്ങളും കാണാം. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. ബൈ.